വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓൾറെഡി LBS കാറ്റഗറി ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പല കുട്ടികളും പറയുന്നുണ്ടായിരുന്നു അവരുടെ കാറ്റഗറി വരെ മാറിയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡിഫറൻസ് ആണ് വന്നത്? ഇപ്പോൾ കാറ്റഗറി മാറിയിട്ടാണോ വന്നത്, അതോ ഇൻഡെക്സ് മാർക്ക് മാറിയിട്ടാണോ വന്നത്? എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടെങ്കിലും നിങ്ങൾ അത് മെയിൽ അയക്കുക. മെയിൽ ID നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സ്ക്രീനിലും മെയിൽ ID കൊടുക്കുന്നതായിരിക്കും. അതോടൊപ്പം കുറെ കുട്ടികൾ ചോദിച്ച കാര്യമാണ്, ഞങ്ങളുടെ പേര് കാറ്റഗറി ലിസ്റ്റിൽ ഇല്ലാത്തതിന്റെ റീസൺ ഞാൻ ഓൾറെഡി നമ്മൾ ചെയ്ത വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ കൊടുത്ത റിസർവേഷന് വേണ്ടി നിങ്ങൾ കൊടുത്ത ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങളെ റിസർവേഷനിൽ ആഡ് ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ പലരും ചോദിച്ചിരുന്നു, ഇനി എന്താണ് അതിൽ ചെയ്യാനുള്ളത്? നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് 5 മണിക്ക് മുന്നേ ആയിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തു കഴിഞ്ഞ ഇമെയിൽ ID-യിലേക്ക് എന്താണോ പ്രശ്നം അത് മെയിൽ അയക്കുക. അതായത് നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് അതിൽ ഉണ്ടായിരിക്കണം എന്നതാണ്. കാരണം ഒരുപാട് മെയിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഇംപ്രൂവ്മെന്റിന്റെയോ റീവാലുവേഷൻ്റെയോ ഷീറ്റ് മാത്രം അറ്റാച്ച് ചെയ്ത് അയക്കുന്നതിന് പകരം നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇപ്പൊ ഇംപ്രൂവ്മെന്റ് മാർക്ക് കൂടി കിട്ടി, ആ കൂടി കിട്ടിയ മാർക്ക് ഞങ്ങൾക്ക് ആഡ് ചെയ്ത് ഇൻഡെക്സ് മാർക്കിൽ കിട്ടണം, ഇതാണ് ആവശ്യം എന്ന രീതിയിൽ അതൊരു ഇംഗ്ലീഷ് ഫോർമാറ്റിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. മെയിലായിട്ട് LBSന് അയച്ചു കൊടുക്കുക. ഇനി പേരില്ലാത്ത കുട്ടികൾ, കാറ്റഗറി ലിസ്റ്റിൽ പേര് വരാത്ത കുട്ടികളും മെയിൽ അയച്ചു കൊടുക്കുക. അതായത് LBSലേക്ക് ഞങ്ങൾക്ക് ഇന്ന കാറ്റഗറിയിൽ റിസർവേഷന് വേണ്ടി ഞങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിരുന്നു, പക്ഷേ കാറ്റഗറി ലിസ്റ്റിൽ ഞങ്ങളുടെ പേരില്ല എന്നത് LBSനെ അറിയിക്കുക. അതുപോലെ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും കൺഫേം ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണോ ഇനി പേര് വരാത്തത് എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ കൺഫേം ചെയ്യാത്ത പലർക്കും പേര് വന്നിട്ടുമുണ്ട് കാറ്റഗറി ലിസ്റ്റിൽ. അപ്പൊ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ കൊടുത്ത ഡോക്യുമെന്റ്സിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഡെക്സ് മാർക്കിനാണ് വ്യത്യാസം എന്നുണ്ടെങ്കിൽ അത് മെയിലായിട്ട് അയക്കുക. ഇംപ്രൂവ്മെന്റ് റിവാലുവേഷന്റെ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അതും ഇൻഡെക്സ് മാർക്കിൽ കൂട്ടിക്കെട്ടണം എന്ന് പറഞ്ഞ് മെയിൽ അയക്കുക. പേരില്ലെങ്കിൽ പേരില്ല, പക്ഷേ ഞങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് LBSലേക്ക് മെയിൽ അയക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് റെഡിയായി കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ LBS തിരിച്ച് മെയിൽ അയക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മാർക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് 5 മണി വരെയാണ് സമയം, അതുകൊണ്ടാണ് നമ്മൾ ഉടനെ തന്നെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു, നിങ്ങൾ ഇംപ്രൂവ്മെന്റിന്റെ ആയാലും റീവാലുവേഷന്റെ മാർക്ക് ആയാലും പ്രിൻസിപ്പലിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിച്ചതിന് ശേഷം മാത്രം മെയിൽ അയക്കുക. അതാണ് കൂടുതലും LBS വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, പല കുട്ടികളും അങ്ങനെ അയച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അയക്കാത്തവരുടേത് ശരിയാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ LBSന്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. LBSൽ വിളിച്ചതിന് ശേഷം അവര് ഇതുപോലെ മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യാതെ അയച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പല കുട്ടികളും മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കൂടുതലും LBSന്റെ അപ്ഡേറ്റ്സ് കുറച്ചുകൂടി നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും വളരെ വ്യക്തമായിട്ടും നല്ല രീതിയിലും അപ്ലോഡ് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് മതി, നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാതെ വരാനുള്ള ചാൻസ് ഉണ്ടാകാം. ഇപ്പൊ തന്നെ പല കുട്ടികളും റിസർവേഷന് വേണ്ടിയിട്ട് കാറ്റഗറി ലിസ്റ്റിലേക്ക് പേര് വരാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് പോലും അവരുടെ പേര് പോലും അതിൽ വരാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് പറയുന്നത്, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഓരോ ഡോക്യുമെന്റ്സും LBSന്റെ അപ്ഡേറ്റ് പ്രകാരമായിട്ട് ചെയ്യുക. ഇതുപോലെയുള്ള LBS അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓൾ എന്ന നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.